മനസ്സിലാക്കാൻ പറ്റിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വളരെ 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 പ്രധാനപ്പെട്ട ഒരു വീഡിയോ. രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഫാർമസിയുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാം. ഫാർമസിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോളേജ്, കട്ട് ഓഫ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അതോടെ നിൽക്കട്ടെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടത്, ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ എന്ന് പറയുന്നത്, സർ ഈ കേസിന് പോയ ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും പ്രതികരണങ്ങൾ കൂടി നിങ്ങളുടെ ചാനൽ വഴി പുറം ലോകത്തേക്ക് എത്തിക്കണം. അപ്പോൾ അത് ഞങ്ങൾ ചെയ്യാത്തത് കാരണം ഇത് വിവാദത്തിൽ നിൽക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ ആവശ്യമാണോ? കാരണം ഇത് സ്റ്റേറ്റ് സിലബസിനും CBSE-കാർക്കും ഒരുപോലെ ദോഷം ചെയ്തിട്ടുണ്ട്. ഈ റാങ്ക് ലിസ്റ്റ് നിന്ന് വാദിക്കുന്നവരുണ്ട്, പക്ഷേ സ്റ്റേറ്റിന് അതിൻ്റെതായിട്ടുള്ള പരിഗണന കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിടുകയാണ്. അതിനനുസരിച്ച് ഇനി അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു കോടതി കേസുമായി ബന്ധപ്പെട്ട് കീമിന്റെ എല്ലാവിധ വാർത്തകളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട കേസ് ഹർജി ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന വാർത്ത അനുസരിച്ച് അതിന്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ ഒരു ഫോളോ അപ്പ് എന്ന രീതിയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു പത്രങ്ങളും വാർത്ത ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മനോരമയിൽ വന്നൊരു വാർത്ത അനുസരിച്ച് ആ ഒരു ഹർജി കോടതിയിൽ എത്തിയെന്ന് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് കോടതി വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊന്നും യാതൊരുവിധ മാറ്റങ്ങളും വരാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുകൂടി മനസ്സിലാക്കുക. വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും കോടതിക്ക് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം, അതായത് ഈ ഹർജിക്കാർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സ്റ്റാൻഡർഡൈസേഷനിൽ നിന്ന് വന്ന മാറ്റങ്ങൾ തന്നെയായിരിക്കും അതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം, വളരെ ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള ഒരു ആൻസർ സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞാൽ, അത് കോടതി അംഗീകരിച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. ഉടൻ തന്നെ അടുത്ത ഡേറ്റുകളും ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് നമ്മുടെ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും. ഇൻ കേസ് അത്തരത്തിൽ കഴിഞ്ഞില്ല, കോടതിക്ക് അത് ബോധ്യപ്പെട്ടില്ല, ഹർജിക്കാരുടെ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം അവരുടെ കയ്യിലില്ല, ഒരു നീതി നിഷേധം ഇവർക്ക് നടപ്പാക്കിയെന്ന് കോടതിക്ക് ബോധ്യമാകുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് പോകും എന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. ഒരുപാട് രക്ഷകർത്താക്കളും നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ ആക്ച്വലി സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഞാൻ ഈ ആദ്യം സൂചിപ്പിച്ച പോലെയുള്ള പ്രതികരണങ്ങൾ വീഡിയോകളാക്കി ചെയ്യണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നമ്മുടെ ഓഡിയൻസ്. സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.